ഓക്കെ 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 ഇല്ലല്ലോ വിഷമിക്കണ്ട. ഓക്കെ 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 കരയല്ലേ കരയല്ലേ. ഞങ്ങൾക്ക് മോളെ ഒഴിവാക്കാനും പറ്റില്ല. എന്തായാലും മോളല്ലേ സാറേ. എസ് ഐ സാറിന്റെ നേതൃത്വത്തിലാണല്ലോ അവിടെ നിർത്തിയിരുന്നത്. എവിടെയാണ് നിർത്തി? ഔസേപ്പ് മുതലാളിയുടെ സ്ഥാപനത്തിലല്ലേ നിർത്തിയിരുന്നത്? ഞാനിപ്പോൾ ഇരിക്കുന്നത് ലാലീസ് എന്ന ഔസേപ്പ് മുതലാളിയുടെ സ്ഥാപനത്തിന് മുമ്പിലാണ്. ഇവിടെ കയറി ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണത്തിന് എന്തെങ്കിലും പ്രശ്നം മറ്റോ പറഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ചവന്മാർ മൂക്ക് ചളുക്കി കളയും. അപ്പൊ ഈ രതീഷ് എന്ന് പറയുന്ന എസ് ഐ ഇങ്ങനത്തെ കേസിനൊക്കെ ഒരു ബിനാമികളെ വിടുള്ളൂ. നമുക്ക് സാധാരണക്കാർക്ക് നീതി തരണമെന്നുണ്ടെങ്കിൽ ഒരു എസ് പിക്കോ അല്ലെങ്കിൽ ഒരു DIGയോ IGയോ DGP ഒന്നും വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് സാധാരണക്കാർ നീതി നടത്തലൊന്നും നടക്കൂല. അവരെല്ലാവരും ഇരിക്കുന്ന അവരുടെ കസേരയുടെ ബലം എന്ന് പറയുന്നത് എന്താണ്? SI മാരും SHO മാരും ഒക്കെ തന്നെയാണ്. മാന്യമായ വസ്ത്രധാരണ ചെയ്തൊരു ചുണ്ട് മാത്രം എനിക്ക് മുഖത്ത് നോക്കി തള്ളക്കി വിളിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ്. ഇതെന്റെ വീടല്ല, ചേട്ടന് കഴിയുമെന്നുണ്ടെങ്കിൽ എനിക്ക് ഭർത്താവില്ല, വിധവയാണ്. നമസ്കാരം, ഞാൻ ജെയിംസ്. നമ്മുടെ കേരള പോലീസിനെയും തമിഴ്നാട് പോലീസിനെയും തോൽപ്പിക്കാൻ ലോകത്തൊരു പോലീസും വളർന്നിട്ടില്ല. അത്ര കരുത്തുറ്റ പോലീസാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളായിട്ടുള്ള പോലീസുകാർ. ഇതിങ്ങനെ മീശ പിരിച്ച് എന്താടാ പുല്ലേ എന്ന് ക്രൈം ചെയ്യുന്നവനോട് മുഖത്ത് നോക്കി ചോദിക്കാൻ വേണ്ടി പറ്റുന്ന അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിലെ സ്ത്രീകളും കുട്ടികളുമായിട്ടുള്ളവർ അവർക്ക് എന്തെങ്കിലും തട്ടുകേട് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഗട്ട്സുള്ള അന്തസ്സുള്ള പോലീസുകാർ നമ്മുടെ നാട്ടിലുണ്ട്. അതില്ലെന്നായി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കേരള പോലീസിന്റെ കംപ്ലീറ്റ് ഇമേജും തകർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കർണൊട്ടിച്ച് പൊളിച്ച ഒരു വിഷ്വൽ നമ്മളെല്ലാവരും കണ്ടാണ്. പക്ഷേ അതിന് തൊട്ട് മുൻപുണ്ടായിട്ടുള്ള സമയങ്ങളിൽ നടന്ന ചില സംഭവങ്ങൾ ഞാൻ കണ്ടെത്തി. അതുമായിട്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നടക്കുന്ന ആ ഒരു സത്യം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളുടെ സമയം നഷ്ടപ്പെടാതിരിക്കാൻ കണ്ണു ചിമ്മുന്ന വേഗത്തിലാണ് ഒരാളും കണ്ടെത്താത്ത ഈ സത്യം നിങ്ങൾക്ക് മുൻപിൽ ഞാൻ എത്തിക്കുന്നത്. സ്കിപ്പ് ചെയ്ത് പോവാതെ കണ്ടാൽ മാത്രമേ യഥാർത്ഥ സത്യം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. സത്യത്തിൽ അന്ന് എന്താ സംഭവിച്ചത്? മോളുടെ കാര്യത്തിൽ എന്താണ്? കല്യാണമായിട്ട് അത് അവിടുന്ന് മോള് കല്യാണത്തിന്റെ അന്ന് ഇറങ്ങിപ്പോ. ഓ, കല്യാണത്തിന്റെ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയോ? വീട്ടിൽ നിന്ന് പുലർച്ചെ ഇറങ്ങിപ്പോയി. രാവിലെ ഇറങ്ങിപ്പോയി. അത് കൊച്ചിനെ കല്യാണം ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ? ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് അങ്ങനെ ഇറങ്ങിപ്പോയത്. രാവിലെ ഇറങ്ങിപ്പോയോ? രാവിലെ. ഓക്കെ, രാവിലെ ഇറങ്ങിപ്പോയി. പിന്നെ അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചു കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തു. പീച്ച് പോലീസ് സാറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് വിളിക്കാൻ പറഞ്ഞു. സാറ് ഞങ്ങൾ വിളിച്ചു. പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കൊച്ചിന് വിവാഹം ഒട്ടും ഇഷ്ടമല്ല. എന്നാൽ മാതാപിതാക്കളെ വിഷമിപ്പിക്കാനും പറ്റില്ല. ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ കൊച്ച് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രതീഷ് SI കൂട്ടിക്കൊണ്ടുവരുന്നു. ശേഷം പിന്നീട് എന്താ സംഭവിച്ചത്? പോലീസ് സ്റ്റേഷനിൽ എത്തിയതിന് ശേഷമാണ് ഞങ്ങളെ വിളിച്ചത് സാർ. അപ്പോൾ സാറ് പറഞ്ഞു വരാൻ പറഞ്ഞു. ഞാനും വൈഫും കൂടെ പോയി. പോയപ്പോൾ സാറ് പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല, ഞാൻ വാടകയ്ക്കാൻ താമസിക്കും. അപ്പോൾ ഉള്ള വീട്ടുകാരൊക്കെ കൂടിയിട്ടാണ് കല്യാണം കഴിച്ചത്. ഞാൻ വേറെ ആ സ്ഥലത്ത് കൂടെ ഉണ്ടായിട്ടില്ല. ആ മൈക്കിങ് എന്നാടാ. ഒരിക്കലും ഒരു ക്യാമറയ്ക്ക് മുന്നിൽ മുഖം കൊടുക്കുവാൻ വേണ്ടി മനസ്സുള്ള ആളായിരുന്നില്ല ഇദ്ദേഹം. എന്തോ കേട്ടപ്പോൾ എനിക്ക് കണ്ണു നിറഞ്ഞു. അദ്ദേഹത്തിന്റെ മുഖം ഞാൻ മാസ്ക് ചെയ്യുകയാണ്. ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? സാറ് പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. എന്താ ചെയ്യേണ്ടി ചോദിച്ചു. ലാലീസിൽ പണിയുണ്ട്, പണി അന്വേഷിച്ച് വന്നതാണ്. ഞാൻ ലാലീസിൽ നിൽക്കാൻ പോകുന്നു. എന്താ വെച്ചാൽ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ഇതാക്കി. പിന്നെ സാർ അങ്ങനെ ലാലീസിൽ സെറ്റാക്കി കൊടുത്തു. വിഷമിക്കണ്ട. ഇത് പറയുമ്പോൾ ആ മനുഷ്യന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഗ്രാമീണയായ ഒരു പെൺകുട്ടി, അവൾക്കൊരു വിവാഹം ഉറപ്പിച്ചു. ആ വിവാഹം അവൾക്ക് ഇഷ്ടമായിരുന്നില്ല. വിവാഹത്തിന്റെ അന്ന് പുലർച്ചെ അവൾ വീട്ടിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ മകളെ കാണാതായപ്പോൾ മാതാപിതാക്കൾ നേരെ പീച്ച് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ SI രതീഷിന്റെ അടുത്ത് പരാതി കൊടുക്കുകയാണ്. പരാതി കയ്യിൽ കിട്ടിയ ഉടൻ SIയും പാർട്ടിയും ആ പെൺകുട്ടിയെ അന്വേഷിച്ചിറങ്ങുകയാണ്. ആലുവ പരിസരത്ത് വെച്ച് ആ പെൺകുട്ടിയെ കണ്ടെത്തി പീച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. ശേഷം മാതാപിതാക്കളെ വിവരം അറിയിക്കുന്നു. ഹോട്ടൽ ജോലിയും ടെക്സ്റ്റൈൽസ് ജോലിയും ഒക്കെയുള്ള മാതാപിതാക്കൾക്ക് സ്വന്തമായ ഒരു വീടില്ലായിരുന്നു. ആ പെൺകുട്ടിയുടെ പിതാവ് താമസിക്കുന്നത് ഭാര്യ വീട്ടിലാണ്. അവിടേക്ക് ഇനി മകളെ കയറ്റാൻ സാധിക്കില്ല എന്ന് ഭാര്യ വീട്ടുകാർ പറയും. മാതാപിതാക്കൾക്ക് മകളെ ഉപേക്ഷിച്ചിട്ട് പോകാൻ സാധിക്കുന്നില്ല. ഉടൻ തന്നെ പീച്ച് SI വളരെ ആത്മാർത്ഥതയോടെ ആ വിഷയം കൈകാര്യം ചെയ്യണം. അയാൾ അപ്പം തന്നെ ആ നാട്ടിലെ പ്രമാണിയായിട്ടുള്ള ആളെ വിളിച്ചിട്ട് അയാളുടെ സ്ഥാപനത്തിൽ ഒരു ജോലി കൊടുക്കാമോ എന്ന് ചോദിക്കുകയാണ്. ദൗർഭാഗ്യവശാൽ അത് ഈ ഔസേപ്പ് മുതലാളിയുടെ സ്ഥാപനമായി. പോലീസിനെ തന്റെ വരുതിയിൽ കൊണ്ടുവരിക എന്നുള്ള ശപഥമെടുത്തിട്ടുള്ള ഔസേപ്പ് മുതലാളിയുടെ കക്ഷത്തെ കൊണ്ടുപോയി PM രതീഷ് എന്ന് പറയുന്ന SI തല വെച്ചതുപോലെയായി ഈ പ്രവൃത്തി. ഇത് വെച്ച് ഔസേപ്പ് മുതലാളി മുതലെടുക്കാൻ തുടങ്ങുകയാണ്. പോലീസിന് ഒരു അത്യാവശ്യ സമയം വന്നപ്പോൾ ഞാൻ കൂടെ നിന്നതല്ലേ. അങ്ങനെ ആപത്ബാന്ധവനായിട്ട് പോലീസിനോടൊപ്പം കൂടിയ ഔസേപ്പ് മുതലാളി പോലീസിനെ നല്ല അസലായി മിസ്യൂസ് ചെയ്യുകയാണ്. ഒരു അത്യാവശ്യ സമയത്ത് ഒരു പെൺകുട്ടി വഴിയാധാരമാകുന്ന ഒരു അവസ്ഥയിൽ മറ്റു മാർഗമില്ലാതെ ഔസേപ്പ് മുതലാളിയുടെ സഹായം തേടിയ SIയെ വളഞ്ഞ വഴിയിൽ തന്റെ കാൽച്ചുവട്ടിൽ ഒതുക്കുവാൻ വേണ്ടി ഔസേപ്പ് മുതലാളി ശ്രമിക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇക്കടെ വാക്കിന് എൻ്റെ വാല്യൂ ഉണ്ട്. അതിന് മുന്നേ SI സാറ് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് സ്ഥലം മാറി പോവാണ്. അപ്പം അത് കാരണം നിങ്ങൾ ആരെങ്കിലും വന്ന് ഏറ്റെടുക്കണം. അവർ SI പോകുന്നതുകൊണ്ട് അവർ പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞു. SI സാറിന്റെ നേതൃത്വത്തിലാണല്ലോ അവിടെ നിർത്തിയിരുന്നത്.
ഇതിനിടയിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ആ പെൺകുട്ടി ആരോടെങ്കിലും ഒപ്പം ഒളിച്ചോടിയതല്ല. അവൾക്ക് ഉടൻ വിവാഹം കഴിക്കുവാൻ ആഗ്രഹമില്ലായിരുന്നു. കുറച്ചുനാൾ ജോലിയൊക്കെ ചെയ്തതിനു ശേഷം മതിയെന്നായിരുന്നു അവളുടെ തീരുമാനം. അത് വീട്ടുകാർ പെട്ടെന്ന് ഉൾക്കൊണ്ടില്ല. ആയതിനാലാണ് അവൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. ഔസേപ്പ് മുതലാളിയുടെ റെസ്റ്റോറന്റിൽ ദിനേശിനുമായുണ്ടായ ബിരിയാണി പ്രശ്നം തുടങ്ങിയതോടെ മുതലാളി തനി സ്വഭാവം കാണിച്ചു. അപ്പോൾ തന്നെ ഷഹനാസ് എന്ന പെൺകുട്ടിയെ ജോലിയിൽ നിന്നും പുറത്താക്കി ഹോസ്റ്റലിൽ നിന്നും ഇറക്കി വിട്ടു. പിന്നെ അവൾ അവിടെ നിന്ന് വന്നു, അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ വീട്ടുകാർ കയറ്റില്ല. ഞങ്ങൾ ഭാര്യ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവരവിടെ കയറ്റില്ല. അപ്പോൾ ഞങ്ങൾക്ക് മോളെ ഒഴിവാക്കാനും പറ്റില്ല. എന്തായാലും മോളല്ലേ സാറേ. നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാൻ അവിടെ ഹോട്ടലിൽ കുക്കാണ്. ഹോട്ടലിൽ കുക്കാണ്. ഔസേപ്പ് പൊന്നിയേട്ടാ, എൻ്റെ അച്ഛൻ 10-15 കൊല്ലം അവിടെ പണിയെടുത്തിട്ടില്ല. ആളെ കുറിച്ച് ഒരാളെന്നല്ലേ പറയില്ല. മോനുണ്ട് പോള്, അവൻ ആളെ കട്ട് പല്ലി കുതിരയാണ്. ആള് വെറുതെ താളത്തിനൊപ്പം നിന്നിട്ടില്ലേ? അപ്പൊ ഈ രതീഷ് എന്ന് പറയുന്ന എസ് ഐ ആള് പക്കയാണ്. ഇങ്ങനത്തെ കേസിനൊക്കെ ഇവര് മറ്റേ ബിനാമികളെ വിടുള്ളൂ. മോന് നാട്ടുകാരെ മുഴുവൻ തല്ലേ. വണ്ടിയിൽ ഗ്ലാസ് കയറ്റണ്ട ഇറങ്ങില്ലേ പുറത്തേക്ക്. ഗ്ലാസ് കയറ്റണ്ട ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഇടിയാ നാട്ടുകാരെ. അപ്പൊ നല്ല കയ്യിലിരിപ്പാണ് അല്ലേ? രതീഷ് എന്ന സബ് ഇൻസ്പെക്ടർ പക്കയാണ്. ഔസേപ്പിന്റെ കള്ളക്കളികൾ മുഴുവൻ ബിനാമികളെ ഇറക്കിയാണ്. ഔസേപ്പും മകനും പ്രദേശവാസികളുടെ അന്ധകരാണ് എന്ന് കൃത്യമായി നാട്ടുകാർ ഒരു മടിയുമില്ലാതെ പറയുന്നു. രതീഷ് ആളെ കുറിച്ച് അങ്ങനെ നെഗറ്റീവ് മാർക്ക് വീണിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ കേസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. PM രതീഷ് ഒരിക്കലും ഒരു കൈക്കൂലിക്കാരനാണ്, മറ്റുള്ള സംഭവങ്ങളൊന്നും ഇവിടെ നിങ്ങളാരും പറഞ്ഞു കേട്ടില്ല. ഇല്ല, ഞാനിപ്പോ ഇവിടെ പട്ടിക്കാട് തന്നെയാണ് വർക്ക് ചെയ്യണത്. ആളെ കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും കേട്ടിട്ടൊന്നുമില്ല. അവർ രണ്ടാളെ അവിടെ നിന്ന് വിട്ടതാണ്. ഓണർമാര് പോവാണ്ട് അവരെ മറ്റേ കരുക്കളാക്കി വിട്ടതാണ്. ഓണറുടെ പ്രതിനിധിയായിട്ട് വിട്ടത്. അത്രേ ഉള്ളൂ. അത് അവർക്ക് കിട്ടേണ്ടത് അവർക്ക് കിട്ടി, അത്രേ ഉള്ളൂ. പക്ഷെ രതീഷ് എന്ന് പറയുന്ന SIയുടെ മനസ്സും കൈയും ശുദ്ധമായിരുന്നു. അയാൾ പറഞ്ഞ് പോയിട്ടുള്ള പണിയുണ്ട് നോക്കാൻ പറഞ്ഞു. അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അന്ന് SI ആയിരുന്ന ഇന്ന് SHO ആയിട്ടുള്ള PM രതീഷിനെ ഞാൻ പലവട്ടം വിളിച്ചു. 2 വാക്ക് ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുൻപിൽ പറയാമോ എന്ന് ചോദിച്ചു. മാധ്യമങ്ങളോട് എനിക്കൊന്നും പറയാനില്ല എന്ന നിഷേധാത്മക നിലപാടായിരുന്നു എന്നോടും അയാൾ കാണിച്ചത്. എന്റെ ഭാഗത്ത് സത്യമുണ്ട്, ഇതിന്റെ പേരിൽ എന്തു വന്നാലും ഞാൻ സഹിച്ചോളാം എന്നായിരുന്നു അയാൾ എന്നോട് ഒറ്റ വാക്ക് പറഞ്ഞത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ലാലീസ് എന്ന ഔസേപ്പ് മുതലാളിയുടെ സ്ഥാപനത്തിന് മുമ്പിലാണ്. ഇവിടെ കയറി ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണത്തിന് എന്തെങ്കിലും പ്രശ്നം മറ്റോ പറഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ചവന്മാർ മൂക്ക് ചളുക്കി കളയും. കാരണം ഗുണ്ട സെറ്റപ്പിലുള്ളവരാണ് ഇവിടുത്തെ സ്റ്റാഫ് എന്നുള്ളതാണ് കൃത്യമായിട്ട് ഈ നാട്ടുകാരെന്ന് പറയുന്നത്, നമ്മളാരും പറയുന്നത്. പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്താണ്. ഇവിടെ ഒരു 300 മീറ്റർ പരിധിയിലാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ലാലീസിൽ കയറി ഭക്ഷണം ഒന്ന് കഴിക്കാൻ വേണ്ടി പോവാം. ഭക്ഷണം കൊള്ളില്ലെങ്കിൽ ഞാൻ പറയും, പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ ഇടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇടിച്ചു കഴിഞ്ഞാൽ നാട് പറ്റാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ കയറാൻ പോവാം. ബിരിയാണി കൊള്ളിൽ പറഞ്ഞ അടി കിട്ടും. അതുകൊണ്ട് നോക്കാം. നമസ്കാരം, മാനേജർ റോണി സാറല്ലേ? അതെ. ഓക്കെ. ഹോട്ടലിലുണ്ടോ? ഇല്ല, ഞാൻ ബ്രേക്കിലാണ്. ഒന്നര ആണല്ലേ? ഓക്കെ. ഒന്ന് കാണാൻ വേണ്ടി പറ്റുമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. ഇവിടെ ഉണ്ട്, റെസ്റ്റോറൻറ്റിലുണ്ട്. ആണോ? ഞാൻ 1:30 വരുമ്പോൾ. 1:30 അല്ലേ? ഔസേപ്പ് മുതലാളിയുടെയും മാനേജർ റോണിയുടെയും ബൈറ്റ് അടക്കേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം ഇവിടെ കയറി ഭക്ഷണം കഴിച്ചതിൻ്റെ ആ പൈസ കൊടുക്കാതെ, ബിരിയാണിയുടെ പൈസ കൊടുക്കാതെ പോകാൻ വേണ്ടിയിട്ട് മാധ്യമപ്രവർത്തകനല്ലേ. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ധാരണ വന്നെങ്കിലോ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല അവർക്ക് പറയാനുള്ളത് അവർ ഓൾറെഡി എല്ലാ ചാനലുകാരോടും പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാനായിട്ട് പ്രത്യേകിച്ച് ഇനി അവരുടെ ഒന്നും എടുക്കാനൊന്നുമില്ല. ഇനി ഔസേപ്പ് മുതലാളിയെ സ്വാധീനിച്ച് അയാളുടെ നിന്ന് പണം മേടിച്ച് ഇവിടെ നിന്ന് വാർത്ത ചെയ്യാതെ മടങ്ങിപ്പോകാൻ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊന്നും ആവശ്യമില്ല. ആയതിനാൽ അയാളുടെയും അയാളുടെ മാനേജറുടെയും ബൈറ്റ് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. രതീഷ് എന്ന് പറയുന്ന SI പീച്ചിയിലെത്തുന്നതും ഇവിടെ നടന്ന സംഭവങ്ങളുടെയും ഒരു രത്നച്ചുരുക്കം ഇപ്പോൾ ഞാൻ പറയാം. പോലീസുകാരനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ആരാണെങ്കിലും വാമൂടപ്പെട്ടവൻ്റെ ശബ്ദമായിട്ടാണ് മാധ്യമങ്ങൾ മാറേണ്ടത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഷഹനാസ് എന്നു പേരുള്ള 20 വയസ്സോളം പ്രായമുള്ള ഒരു പെൺകുട്ടി, അവൾ ഇവിടെ നിന്നും ഒരു ദിവസം ഒളിച്ചോടുകയാണ്. ആ വിഷയം എന്തായിരുന്നു എന്നുള്ളത് ഷഹനാസിന്റെ ഉപ്പ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ കേട്ടതാണ്. നിരാലംബയായ ആ പെൺകുട്ടിയുടെ കൈപിടിച്ച SI രതീഷ് സത്യത്തിൽ മുതലാളിക്ക് മുന്നിൽ പെട്ടുപോവുകയായിരുന്നു. SI ഇങ്ങനൊരു സഹായം ഔസേപ്പ് മുതലാളിയോട് ചോദിക്കുവാനും ഒരു കാരണമുണ്ട്. ഔസേപ്പ് മുതലാളി ഒരു ദിവസം ഈ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ പറഞ്ഞു, ഇതാ ഈ സ്റ്റേഷനിൽ വെച്ചിരിക്കുന്ന ഈ ക്ലോക്ക് ഞാൻ കൊടുത്തതാണ്, ഈ TV ഞാൻ കൊടുത്താണ്, ഇവിടെ ഇട്ടിരിക്കുന്ന മാറ്റ് ഇത് ഞാൻ കൊടുത്താണ്, ഞാൻ സ്പോൺസർ ചെയ്തതാണ് എന്ന് വെച്ചാൽ എൻ്റെ തറവാട്ടുവകയാണ് ഈ പോലീസ് സ്റ്റേഷൻ എന്നുള്ള രീതിയിൽ പലപ്പോഴും സംസാരിച്ചിരുന്നു. ഇത് PM രതീഷ് എന്ന് പറയുന്ന ഈ സബ് ഇൻസ്പെക്ടർക്ക് അറിയാം. അയാൾ ആണല്ലേ, വളരെ നല്ല കാര്യം എന്നുള്ള രീതിയിൽ തലകുലുക്കി അയാളത് ശരിവെച്ച് പോയി എന്നുള്ളതാണ് അന്ന് ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഓഫീസർ പറയുന്നത്. അപ്പോൾ എന്തായാലും പോലീസ് സ്റ്റേഷൻ മൊത്തം ഇയാളുടെ തറവാട്ടുവകയാണല്ലോ, ഇയാൾ നാട്ടിലൊരു പ്രമാണിയാണല്ലോ, ഇയാളെ വിവരം അറിയിക്കാം, ഇയാളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം ഉണ്ടാകുമല്ലോ എന്ന് പ്രതീക്ഷിച്ചാണ് ഇയാളെ വിവരം അറിയിക്കുന്നു. ഔസേപ്പ് മുതലാളി പെട്ടെന്ന് തന്നെ SIയുടെ ഈ സഹായാപേക്ഷ 2 കൈ നീട്ടി സ്വീകരിക്കുകയാണ്. അയാളുടെ സ്ഥാപനത്തിൽ ജോലി കൊടുത്ത് അവിടുത്തെ ഹോസ്റ്റലിൽ താമസവും ഏർപ്പാടാക്കി കൊടുക്കുകയാണ്. എന്നാൽ ഔസേപ്പ് മുതലാളിക്ക് കൃത്യമായ കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷൻ സ്പോൺസർ ചെയ്തു എന്ന് സ്വയം അവകാശപ്പെടുന്ന ഇയാൾ ഗത്യന്തരം
തർക്കമില്ലാതെ പോലീസ് ആവശ്യപ്പെട്ട ഒരു പെൺകുട്ടിയുടെ സുരക്ഷ അതും ഏർപ്പാടാക്കി കൊടുത്തു. ഇനി താൻ പോലീസിനോട് എന്തു പറഞ്ഞാലും അവരത് അനുസരിച്ചോളും എന്നുള്ള മുതലാളിയുടെ പതിവ് കുശാഗ്ര ബുദ്ധി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നടന്ന ബിരിയാണി സംഭവത്തിൽ SI രതീഷിന്റെ അടുത്ത് വിലപ്പോയില്ല. ഔസേപ്പ് മുതലാളിയുടെ ഹോട്ടലിൽ നിന്നും ദിനേശ് എന്ന് പറയുന്ന ഒരാൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നത് ബിരിയാണി മേടിച്ച് കഴിക്കുന്നു. ആ ബിരിയാണി വെന്തില്ല എന്ന് പറഞ്ഞ് അവിടെ ചോദ്യം ചെയ്യുന്നു ഇയാൾ. ഉടനെ തന്നെ ഈ ഹോട്ടലിൽ നിന്നും ഷെഫും അവരുടെ മാനേജരും എല്ലാവരോടും കൂടി ഇറങ്ങി വരുന്നു. ഇത് വഷളാവുന്നു എന്ന് കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങനെയാണ് നിങ്ങൾക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്ത് പാഴ്സൽ തന്നേക്കൂ, ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചോളാം. അങ്ങനെ ആ ബിരിയാണി പാഴ്സലാക്കി ഈ ദിനേശ് എന്ന് പറയുന്ന കസ്റ്റമറുടെ നേരെ വലിച്ചെറിഞ്ഞ് കൊടുക്കുകയായിരുന്നു. അതിൻ്റെ CC ക്യാമറ വിഷ്വലുകളൊക്കെ അന്ന് പോലീസ് പരിശോധിച്ചപ്പോൾ കണ്ടതാണെന്നുള്ളത് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ദിനേശിനോടൊപ്പം അയാളുടെ ജ്യേഷ്ഠ സഹോദരൻ്റെ മകനോ മറ്റോ പ്രായപൂർത്തിയാവാത്ത ഒരു കൊച്ചു പയ്യനും അയാളോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഹോട്ടലിന്റെ മുറ്റത്തെത്തി കഴിഞ്ഞപ്പോൾ ഈ ഷെഫും മാനേജരും അവരോടൊപ്പം ഉണ്ടായിരുന്ന ഡ്രൈവറും ഈ ഔസേപ്പ് മുതലാളിയുടെ മകനും കൂടെ ചേർന്ന് പുറത്തു വരികയും ഈ ദിനേശിനെ മുറ്റത്ത് CC ക്യാമറയുടെ ആ സൈഡിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയി ക്യാമറ ഇല്ലാത്തൊരു സൈഡിൽ കൊണ്ടുവന്നിട്ട് നല്ല ഇടിയിടിച്ചു എന്നുള്ളത് ദൃക്സാക്ഷികളടക്കം പറയുന്നുണ്ട്. ശേഷം പാഴ്സൽ മേടിച്ചിട്ടുള്ള ആ ബിരിയാണി അയാളുടെ വായിലേക്ക് തള്ളിക്കയറ്റിയിട്ട് ഇത് നീ തിന്നിട്ട് പോയാൽ മതിയിടാ എന്ന് പറഞ്ഞ് വളരെ ക്രൂരമായ രീതിയിൽ ആക്രമിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ദിനേശൻ ആ കുട്ടിയെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടി. ഏകദേശം 300-400 മീറ്റർ ദൂരത്തിൽ മാത്രം ഉള്ള പീച്ചി പോലീസ് സ്റ്റേഷനിൽ അയാൾ അഭയം തേടുകയാണ്. ഇയാൾക്ക് പറ്റിയ പരുക്ക് അതിഭീകരമാണെന്നുള്ളത് പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാരെല്ലാവരും മനസ്സിലാക്കി. അപ്പോൾ തന്നെ അയാളുടെ പരാതി അവർ സ്വീകരിക്കുകയാണ്. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, മൊഴി എഴുതി വാങ്ങിയതും ഇത് മുഴുവൻ തയ്യാറാക്കിയതും ഒന്നും PM രതീഷ് എന്ന് പറയുന്ന SI അല്ല എന്നുള്ളത് ഈ എഴുതി വാങ്ങിയ പോലീസുകാർ തന്നെ പറയുന്നുണ്ട്. ആ സമയത്ത് CJM കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ടായിരുന്നു. ആ കേസും കഴിഞ്ഞ് പ്രതിയുമായി ജീപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ് PM രതീഷ്. അപ്പോൾ ഔസേപ്പ് മുതലാളി രതീഷ് എന്ന് പറയുന്ന SI വിളിക്കുകയാണ്, എൻ്റെ കുറച്ച് ആളുകൾ നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്, വേണ്ടത് ചെയ്തു കൊടുക്കണം കേട്ടോ എന്ന് പറയുകയാണ്. ഓക്കെ, ഞാൻ അവിടെ ഇല്ല, ഞാൻ കോടതിയിലാണ്, സ്റ്റേഷനിൽ ചെന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കുക, എനിക്കിതൊന്നും അറിയില്ലല്ലോ, അറിവോ മറ്റുള്ള കാര്യങ്ങളും നോക്കണ്ട, എൻ്റെ ആളുകളാണ്, വേണ്ടത് ചെയ്തു കൊടുക്കണമെന്ന് മുതലാളി പറയുകയാണ്. അപ്പോഴേക്കും പോലീസ് ഈ ഹോട്ടലിലെത്തി ദിനേശിനെയും കൂടെയുള്ള കൊച്ചു പയ്യനെ ആക്രമിക്കുന്നതായിട്ടുള്ള വിഷ്വലുകൾ മുഴുവൻ കണ്ടെത്തിയിരുന്നു. ആ വിഷ്വലുകളെല്ലാം ഈ PM രതീഷ് SI കാണുകയാണ്. മാന്യതയുടെ മുഖംമൂടി ധരിച്ച് ഇൻസൈഡൊക്കെ ചെയ്ത് വളരെ മാന്യമായ രീതിയിൽ നിന്ന് റോണി എന്ന് പറയുന്ന ഈ ഔസേപ്പിന്റെ മാനേജറുടെ കരണം അടിച്ച് ഈ രതീഷ് അടിക്കുന്ന വിഷ്വലാണ് ഈ കഴിഞ്ഞിടയിൽ പുറത്തു വന്നത്. വളരെ മാന്യമായ വസ്ത്രധാരണത്തിൽ നിൽക്കുന്ന ഒരു മധ്യവയസ്കനെ SI അടിച്ചു. ഇതാണ് വിഷയം പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ പിന്നിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് SI അയാളെ തല്ലിയത്, ഈ വിഷയമൊന്നും ആരും അന്വേഷിക്കുക മറ്റുള്ള കാര്യങ്ങളൊന്നും ചർച്ചയിലേ വന്നിട്ടില്ല. മകന്റെ മുന്നിലിട്ട് അച്ഛനെ പട്ടിയെ പോലെ തല്ലി എന്നുള്ള വാർത്ത അന്ന് പ്രചരിച്ചിരുന്നു. പക്ഷെ അത് തികച്ചും തെറ്റായ കാര്യമാണ്. ഹോട്ടൽ മാനേജർ റോണിയുടെ കരണത്താണ് SI രതീഷ് അടിക്കുന്നത്. തൊട്ടടുത്ത് നിൽക്കുന്നത് ഡ്രൈവറായിരുന്നു. മകന്റെ മുന്നിലിട്ട് അച്ഛനെ തല്ലിയത് റോണിയും ഔസേപ്പ് മുതലാളിയും അദ്ദേഹത്തിന്റെ ഗുണ്ടകളുമാണ്. അത് ദിനേശിനെയാണ് അടിച്ചത്. ദിനേശിനൊപ്പം ഉണ്ടായിരുന്നത് ദിനേശന്റെ ജ്യേഷ്ഠന്റെ പ്രായപൂർത്തിയാവാത്ത മകനായിരുന്നു. ഈ രംഗങ്ങളെല്ലാം നേരിൽ കണ്ട പോലീസുകാർ തന്നെ SIയോട് വിവരങ്ങൾ പറയുകയാണ്. ഈ ഔസേപ്പ് മുതലാളിയുടെ മകനും ഇവരെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് പറയണം. അപ്പോൾ ഔസേപ്പ് മുതലാളിയുടെ മകൻ ഈ സ്റ്റേഷന് പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ PM രതീഷ് SI പറഞ്ഞു, അവനെയും പിടിച്ച് അകത്തേക്ക് ഏരിക്കോളാൻ പറഞ്ഞു. സ്വന്തം മകനെ ഔസേപ്പ് നോക്കി നിൽക്കെ പോലീസുകാർ അകത്തേക്ക് പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. കളി മാറുമെന്ന് ഔസേപ്പ് മുതലാളിക്ക് മനസ്സിലായി. ഉടനെ തന്നെ SIയുടെ അടുത്തേക്ക് വന്ന് ഔസേപ്പ് മുതലാളി പറയുകയാണ്, എനിക്ക് ദിനേശിനോട് സംസാരിക്കണം സാറേ, ഞാനിത് പുറത്ത് സംസാരിച്ച് ചർച്ച ചെയ്ത് തീർത്തോട്ടെ എന്ന് ചോദിക്കുകയാണ്. രതീഷ് SI പറഞ്ഞു, അതൊക്കെ നിങ്ങളുടെ കാര്യം, അതൊക്കെ സ്റ്റേഷന് പുറത്ത്, ഇവിടെ വെച്ചൊരു ചർച്ചയോ മറ്റുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല, സ്റ്റേഷനകത്ത് നടക്കില്ല, പുറത്ത് നിങ്ങളെന്ന് വെച്ച് നടത്തിക്കോളാൻ പറഞ്ഞു. ഉടനെ തന്നെ സ്റ്റേഷന് പുറത്ത് ദിനേശിനുമായി സംസാരിച്ച് ഔസേപ്പ് മുതലാളി ഒരു സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് ഒരുങ്ങി. പക്ഷേ ദിനേശിനെ സമ്മതിച്ചില്ല. അവസാനം മുതലാളി വളരെ നയപരമായ രീതിയിൽ ദിനേശിനെ തന്റെ കാറിൽ കയറ്റി മുതലാളിയുടെ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ടുപോയി CC ക്യാമറയുടെ മുമ്പിൽ വെച്ച് എന്തൊക്കെയോ വാഗ്ദാനങ്ങൾ നൽകി, പണമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതി നൽകി. ആ വിഷ്വലുകളെല്ലാം മുതലാളി സൂക്ഷിച്ചു വെച്ച് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. പിന്നീട് CC ക്യാമറയുടെ പുറത്തെത്തിയപ്പോൾ ദിനേശൻ പറയുന്നു, ആ പണം അയാൾ തന്നെ തിരികെ വാങ്ങിയെന്നും ഇവിടെ എന്താണ് സത്യത്തിൽ നടന്നത് എന്നുള്ളത് ദിനേശനും ഔസേപ്പ് മുതലാളിക്കും മാത്രമേ അറിയുകയുള്ളൂ. ഇതിനിടയിൽ പോലീസും കോടതിയും ഒന്നും ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു സംഭവമുണ്ട്. വലിയ കള്ളപ്പണ ശേഖരമാണ് ഇയാളുടെ വീടിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. കെട്ടുകണക്കിന് പണം അങ്ങനെ വീട്ടിൽ സൂക്ഷിക്കുവാൻ വേണ്ടി സാധിക്കുമോ? സംഭവം നടന്നിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. നമുക്കറിയാം, കൊറോണയ്ക്ക് ശേഷം കയ്യിൽ സൂക്ഷിക്കാൻ സാധിക്കുന്ന പണത്തിനും മറ്റൊരാൾക്ക് കൊടുക്കുവാൻ വേണ്ടി പറ്റുന്ന പണത്തിനും കൃത്യമായ കണക്ക് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ഔസേപ്പ് മുതലാളി 2 വർഷങ്ങൾക്ക് മുൻപ് ദിനേശനെ CC ക്യാമറയ്ക്ക് മുമ്പിൽ ഇരുത്തി പകർത്തിയ ഈ ദൃശ്യങ്ങൾ മാത്രം പോരെ കുറേയേറെ കാലത്തേക്ക് അകത്ത് കിടന്ന് മുതലാളിക്ക് ഉണ്ട തിന്നാൻ. ഈ വിഷയം കഴിഞ്ഞ് ചുരുങ്ങിയ നാളുകൾക്കപ്പുറം ഔസേപ്പ് മുതലാളി ദിനേശിനെതിരെ പരാതി കൊടുക്കുകയാണ്. അയാളുടെ മാനേജരെയും ഗുണ്ടകളെയും നിർദാക്ഷിണ്യം SI രതീഷ് കൈകാര്യം ചെയ്തത് അയാളുടെ ഉള്ളിൽ വലിയ പകയ്ക്ക് കാരണമായി. ദിനേശിന് ബുദ്ധിപരമായി പണം നൽകുന്നതും ദിനേശിനത് വാങ്ങുന്നതുമായിട്ടുള്ള CC ക്യാമറ വിഷ്വലുകൾ പരാതിക്കൊപ്പം അയാൾ കൊടുത്തിരുന്നു. 5ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള തികച്ചും നാട്ടുംപുറത്തുകാരനായ ദിനേശന് ഔസേപ്പ് മുതലാളിയുടെ കളികളൊന്നും മനസ്സിലായിരുന്നില്ല. പിന്നീട് CC ക്യാമറയിൽ നിന്നും പുറത്തുപോയ ദിനേശന്റെ അടുത്തു നിന്നും വളരെ തന്ത്രപുരസരം കൊടുത്ത പണം ഔസേപ്പ് മുതലാളി തിരിച്ചു വാങ്ങി എന്ന് ദിനേശൻ പറയുകയാണ്. ഭീഷണിപ്പെടുത്തി പണം വാങ്ങി എന്നുള്ള പരാതിയിന്മേൽ ദിനേശൻ അകത്തു പോവുകയാണ്. ഇപ്പോഴത്തെ ദിനേശന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ക്യാൻസർ രോഗബാധിതനായി എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ കീമോ ചെയ്ത് ഒരു വാക്ക് സംസാരിക്കുവാൻ പോലും ആവാതെ തളർച്ചയിലാണ്. ദിനേശന്റെ വാക്കുകൾ കേൾക്കാം. ഭക്ഷണം കുത്തിക്കേറ്റ് സത്യം വാക്കുള്ള CCTV
ഫുള്ള്. ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോണ ഭാഗം അവരോട് ചോദിക്കും. ഞാൻ പൈസ മേടിച്ചിട്ടില്ല, അത് ഇവരുടെ കൂടെ തന്നെ ഒരു കവർ എൻ്റെ തന്നു. അയാൾ എന്തൊക്കെയാ കുറച്ച് നോട്ട് കേട്ടോ, എനിക്ക് ജോലി മാത്രമേ വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ. അയാൾക്ക് വാക്കിന് സ്ഥിരതയില്ലാത്ത ആളാണ്. എന്നെ ഞാൻ ഭക്ഷണം കഴിച്ച് കൈയൊക്കെ നക്കി തുടച്ച് ഇറങ്ങി പോണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു പോലീസ് തടഞ്ഞു വയ്ക്കാമെന്ന് പറഞ്ഞു. ഞാനാണ് പോലീസ് സ്റ്റേഷനിൽ ആദ്യം പോയത്. എങ്ങനെ അയാൾ അവിടെ എത്തി നിങ്ങൾ ആരും ചോദിച്ചില്ലല്ലോ, ഒരു ടി വിക്കാർ ചോദിച്ചില്ല. അത്ര എന്നെ ആ ഭാഗം കട്ട് ചെയ്തവര് അത്രയും ഇടി എന്നെ ഇടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലെ കള്ളത്തരം പറഞ്ഞുകൊണ്ടാണ് ആ സാറ് തല്ലിയെന്നുള്ള സത്യം നിങ്ങൾക്ക് എല്ലാവരും കണ്ടല്ലേ. ഒരു മനുഷ്യനെ എന്നിട്ട് പട്ടിയെ തല്ല് പോലെ തല്ലി എന്റെ വാല് ബിരിയാണി കുത്തിത്തിരുന്ന് കണ്ടിട്ടാണ് രതീഷ് സാർ അവരെ തല്ലിയാക്കണത്. അപ്പൊ ഒരാളെ വെറുതെ തല്ലോ. 5-6 പേര് വിളിച്ച ഉപദ്രവിച്ചു. ബാക്കിയുള്ള വിഷയിൽ ചോദിക്കൂ, ബാക്കിയുള്ള വീട് എന്നെ വണ്ടി കയറ്റി കൊണ്ടുപോകുന്ന സീനൊക്കെ എവിടെ ചോദിക്കണ്ടേ? നിങ്ങൾക്ക് എന്ത് മനുഷ്യന്മാരെ, നിങ്ങളൊക്കെ റിപ്പോർട്ടിൽ പണിയെടുക്കുന്നവരല്ലേ, ഇതൊക്കെ ചോദിക്കണമായിരുന്നു. ഞാൻ ഓടിപ്പോയതാണ്. എന്നെ അടിച്ച് വാല് കുത്തിത്തിട്ട് എന്റെ കണ്ണിൽ എരിവൊക്കെ തട്ടിയിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് അടുത്തുള്ള കടയിൽ കയറി. ഞാൻ അവിടുത്തെ തൊട്ടപ്പുറത്തുള്ള ഒരു കടയിൽ ഒരു അമ്മച്ചിൻ്റെ അവരോട് ചോദിച്ചു നോക്കൂ, അവര് സോഡ സർവത്ത് വെക്കുന്നുണ്ട്. സോഡ വാങ്ങിയിട്ട് ഞാൻ മുറുകായിട്ട് ഓടി രക്ഷപ്പെട്ടത്. ഞാൻ സ്വയം ഓടി രക്ഷപ്പെട്ടത് എന്നെ ഇടിച്ചിട്ട്. എനിക്ക് തല ഭയങ്കര സംസാരം. അവനെ വെടിവെച്ച് കൊല്ലണം, ജയിലിലേക്ക് കൊടുക്കരുത്, എന്തിനാ ഇങ്ങനെ ഒരു നോക്കുകുത്തി പോലീസ് എന്നൊക്കെ ഞാനും നിങ്ങളും അടങ്ങുന്ന മലയാളികൾ പതിവായി പറയാറുണ്ട്. വെടിവെച്ച് കൊല്ലുകയും മറ്റൊന്നും വേണ്ട, ലോക ഫ്രോഡാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മിനിമം അവന്റെ കരണത്തൊരടി അടിക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും ആ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഇൻസ്പെക്ടർക്ക് കൊടുക്കണം. അവന്റെ ആദ്യത്തേതും അവസാനത്തേതുമായ ഒരേ ഒരു ശിക്ഷയായിരിക്കും അത്. കോടതി വിധിച്ച് ജയിലിലേക്ക് പോയാലും അവനെ ആരും തൊടില്ല. നല്ല ഒന്നാന്തരം ഫുഡ് അടിച്ച് വീർത്ത് അവൻ വീണ്ടും പുറത്തിറങ്ങി വന്ന് ഇതിലും വലിയ ക്രൈം ചെയ്യും. കൊടുക്കേണ്ടത് കൊടുക്കുന്ന ഇത്തരം ഒരു സാധാരണക്കാരനായ ഇൻസ്പെക്ടറുടെ തൊപ്പിയും ലാത്തിയും ഊരി മേടിക്കാൻ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം മുൻപ് പറഞ്ഞതെല്ലാം അങ്ങ് മറക്കും. പണം മോഹിച്ചാണ് PM രതീഷ് SI ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ ഔസേപ്പ് മുതലാളിയുടെ മാനേജർ റോണിയുടെ കരണത്തടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിനൊക്കെ മുമ്പ് തന്നെ ഔസേപ്പ് മുതലാളിയുമായിട്ട് മുൻപ് ഈ പെൺകുട്ടിക്ക് ജോലി വാങ്ങി കൊടുത്തു. അങ്ങനെയൊക്കെയുള്ളൊരു ബന്ധമുള്ള സ്ഥിതിക്ക് അയാളോട് നേരിട്ട് ആവശ്യപ്പെടാമല്ലോ. പക്ഷെ അതൊന്നും ഇവിടെ നടന്നിട്ടില്ല. 5ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ദിനേശൻ എന്ന് പറയുന്ന നിഷ്കളങ്കനായ മനുഷ്യനെ വീട്ടിൽ കൊണ്ടുപോയി സ്വാധീനിച്ച് അയാളെ കൈപ്പിടിയിൽ ഒതുക്കി CC ക്യാമറയിൽ അയാൾ കവർ കൈപ്പറ്റുന്ന പോലുള്ള വിഷലുകളെല്ലാം സ്വന്തമാക്കിയതിനു ശേഷം വളരെ ബുദ്ധിപരമായ രീതിയിൽ ഇയാളുമായി പോലീസ് സ്റ്റേഷനിൽ മടങ്ങിയെത്തി SIയോട് ഔസേപ്പ് മുതലാളി പറയുകയാണ് ഞങ്ങൾ സെറ്റിൽമെന്റ് ആക്കിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. SIയെ സംബന്ധിച്ചിടത്തോളം പരാതിക്കാരൻ പരാതിയില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും വാദിയും പ്രതിയും തമ്മിൽ കൈ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തീർന്നല്ലോ. അങ്ങനെ അവരെ കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒപ്പിടിച്ച് രണ്ടുപേരും കൂടി അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. പിന്നീട് കളി ആഗമനം മാറുകയാണ്. തൊട്ടടുത്തുള്ള മണ്ണുതി സ്റ്റേഷനിലെ SHOയെ കൊണ്ട് ദിനേശനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഔസേപ്പ് മുതലാളിയെ ചീറ്റ് ചെയ്ത് പണം സമ്പാദിക്കാൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് അകത്തിടുകയാണ്. ആ പേരിലും ദിനേശന് നല്ല ഇടി കിട്ടി. എന്നെ കണ്ടിട്ടുണ്ടോ? വിഷമിക്കണ്ട. കരയല്ലേ. പീച്ചി പോലീസ് സ്റ്റേഷനടുത്തുള്ള ചായക്കടയിൽ നിന്നാണ് ഈ സ്ത്രീയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ അറിയുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുള്ള ഈ ഉമ്മയ്ക്ക് PM രതീഷ് രക്ഷകനായതറിഞ്ഞാണ് ഇവരെ തേടി ഞാൻ എത്തിയത്. ഇത്രയും ഇതിലിങ്ങനെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഞാനന്ന് അറിയില്ലായിരുന്നു അല്ലേ? നിങ്ങളെ പോലുള്ള അമ്മമാർക്കൊക്കെ നമ്മളെ അറിയാം. കരയല്ലേ. ഞാൻ എന്തൊട്ട് ഇങ്ങനെ അല്ല, ദൈവം ഉണ്ട്, എനിക്ക് ദൈവമുണ്ട്. അല്ല അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ വന്ന് നിക്കില്ലല്ലോ എന്റെ മുമ്പിൽ. എവിടെയും ന്യൂസ് കണ്ടിട്ടുള്ള പരിചയമുള്ളൂ എനിക്ക്, അല്ലാണ്ട് സാറിനെ കണ്ടിട്ടുള്ള ഒരു പരിചയം എനിക്ക്. സന്തോഷമാണ്, കാരണം നിങ്ങളൊക്കെ എന്നെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ടാണല്ലോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ പീച്ചി പോലീസ് സ്റ്റേഷനിലെ, അപ്പൊ ഈ പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഒരു സബ് ഇൻസ്പെക്ടർ മുമ്പ് ഉണ്ടായിരുന്നു, രതീഷ് എന്ന് പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടറും. അതിനോട് ബന്ധപ്പെട്ടിട്ട് പുള്ളി ഒരു ആളെ തല്ലിയ വീഡിയോ ഒക്കെ പുറത്തു വന്നിരുന്നു. ഈ പുള്ളി നീതിമാനാണ് എന്ന് പലരും പറഞ്ഞ് എന്നെ വിളിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അതിനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ? നല്ലൊരു മനുഷ്യനാണ് അയാള്. എനിക്ക് ഇതിനു മുമ്പ് എൻ്റെ മോളുടെ ഒരു കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നേരിനും നെറിവിനും നിൽക്കുന്ന ഒരു സാറാണ് ആള്. എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആളെ പുകഴ്ത്തി പറയണതല്ല. എനിക്ക് വേണ്ടി ചെയ്ത് എൻ്റെ റംലത്ത് മുഹമ്മദ് അലി. മോൾക്ക് ഇതേപോലെ ഒരു സംഭവം അവിടെ ഉണ്ടായി. തല്ലിയിട്ട് എൻ്റെ ഉമ്മ തല്ലിയിട്ട് ഇവിടെ കയറി നിന്ന് കൈ ഒടിഞ്ഞിട്ട് അതിൻ്റെ ഭക്ഷണമായിട്ട് ഒരു കംപ്ലൈൻറ്റ് ജില്ലയിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലുകാരിങ്ങനെ കേസാക്കി ഇങ്ങോട്ട് വിട്ടപ്പോൾ ഈ സാറാണ് ആ കേസ് പക്കാ ഡീസന്റ് മനുഷ്യനാണ്. ലേഡീസിനായാലും അവിടെ കേസായിട്ട് ആര്
പോയാലും അവർക്ക് നീതിയാണ് കിട്ടുന്നത്. ആളുടെ ഒരു പെരുമാറ്റം നല്ല പെരുമാറ്റമാണ്. എനിക്ക് അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് അവിടെ കിട്ടിയതും അങ്ങനെയാണ്. ചിലവരിങ്ങനെ അത് എന്നൊക്കെ പറയണ പോലെയൊന്നല്ല. ഞാൻ കണ്ടു ഇതില് തല്ലുന്ന പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ എനിക്കത് കണ്ടപ്പോൾ ഞാൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞൊരു വ്യക്തിയാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവും ഇല്ലാണ്ട് ഒരാളെ എന്തായാലും തല്ലില്ലല്ലോ. എന്തൊരു സഹായത്തിനാണ് പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുന്നത്, ആ സഹായത്തിന് ആള് മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ കാശ് കാണുമ്പോൾ അങ്ങോട്ട് മറയുന്ന ആളല്ല. എന്ന് വെച്ചാൽ എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. ഈ സ്ത്രീ കൂലിവേല ചെയ്തുണ്ടാക്കിയ പണം കൊണ്ട് ഇവരുടെ ഉമ്മയുടെ പേരിലുള്ള സ്ഥലത്ത് വീട് നിർമ്മിച്ചു. അവിടെ നിന്നും ഈ സ്ത്രീയെയും ഇവരുടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെയും പുറത്താക്കുവാൻ വേണ്ടി ആ സ്ത്രീ ശ്രമിച്ചു. ഇത് മനസ്സിലാക്കിയ SI രതീഷ് അവരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി, മാധ്യമപ്രവർത്തകരെ ഞാൻ വിവരം അറിയിക്കും, ഇത് വലിയ വാർത്തയാകും, നിങ്ങൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അകത്തിടും, മേലിൽ ഇത് ആവർത്തിക്കരുത് എന്ന് ഭീഷണിപ്പെടുത്തി. തുടർന്നുണ്ടായ സംഭവങ്ങളാണ് ഈ സ്ത്രീ വെളിപ്പെടുത്തുന്നത്. അന്ന് എൻ്റെ ഉമ്മാനെ മീഡിയയിൽ വരുത്തണോ വേണ്ടയോ എന്നുള്ളത് എന്നോട് ചോദിച്ചിട്ട് പുറത്ത് എൻ്റെ ഉമ്മ ഇപ്പുറത്തെ എൻ്റെ മോള്. അപ്പോൾ എനിക്ക് രണ്ടും കളയാൻ പറ്റില്ലല്ലോ. സ്വന്തം ഉമ്മയല്ലേ? അതെ. ഉമ്മയോട് അന്ന് എന്തായിരുന്നു രതീഷ് സാർ പറഞ്ഞത്? റംലയുടെ ഉമ്മയല്ലേ നിങ്ങൾ, ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, ഇത് മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്താന്ന് അറിയില്ലേ, നാണക്കേടാവില്ലേ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, കുഞ്ഞുങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ചെയ്തിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് നമ്പർ. എന്തൊരു ആവശ്യം വന്നാലും സഹായിക്കാൻ എനിക്ക് ആരും ഇല്ലാന്ന് അവർക്കറിയാം. എന്തൊരു സഹായം വേണമെങ്കിലും ആവശ്യം വേണമെങ്കിലും റംല കോണ്ടാക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഇവിടെയുള്ള അറിഞ്ഞു കഴിഞ്ഞാൽ പറയും വേറെ രീതിയിലാണ് പറഞ്ഞുണ്ടാക്കുക. ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയ ഒരു മനുഷ്യനാണ്, ഇപ്പം ആൾക്ക് ആരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇതും കൂടി വെച്ച് കെട്ടും അതിൻ്റെ തലയിൽ. ഞാൻ ആകസ്മികമായിട്ടാണ് ഈ കുന്നിൻ്റെ മലയിൽ മുകളിലേക്ക് കയറി വന്നത്. ഇതൊന്ന് കാണിച്ചു പോനെ. എനിക്ക് വഴി പറഞ്ഞു തന്നു. ഞാൻ ഇവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ആൾ പറഞ്ഞത്. ഞാനൊരു കാര്യം ഒരാളുടെ അടുത്തും ഏച്ച് കിട്ടിയോ അല്ലെങ്കിൽ ഒരാളെ വിളിപ്പിക്കാനോ ആരെങ്കിലും പറയുമ്പോൾ പോലീസുകാരെ വിളിപ്പിക്കാൻ വേണ്ടി ജെയിംസ് ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പോലീസിനെ വിളിപ്പിക്കാൻ കറപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാനങ്ങനെ ചെയ്യുകയുമില്ല. നമ്മുടെ നാട്ടിൽ തണ്ടലുള്ള എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മുഖത്ത് നോക്കി മറുപടി പറയുന്ന നല്ല നട്ടലുള്ള നല്ല ഒന്നാമത്തെ ആമ്പിള്ളേർ പോലീസുകാരുണ്ടെങ്കിൽ ഇപ്പോൾ ഈ റംലത്തിനെ പോലെ നിറകണ്ണുകളോട് കൂടിയിട്ട് അവരെന്നെ സ്വീകരിച്ചു. പക്ഷേ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാനാണെന്നൊന്നും അവർക്കറിയില്ല. ഞാൻ ഇറങ്ങി കണ്ടതിന് ശേഷമാണ് അവരോട് സംസാരിച്ച് നിങ്ങളെല്ലാവരും കണ്ടത്. എൻ്റെ ക്യാമറമാനോട് പറഞ്ഞത്, മോനെ ചിലപ്പോൾ നമ്മുടെ ക്യാമറയിൽ ചിലപ്പോൾ അവർ പറയാൻ തയ്യാറായില്ലെങ്കിലും ആദ്യമേ തന്നെ ക്യാമറയും ഓണാക്കി വെച്ചേക്കാൻ പറഞ്ഞു. ആ കാഴ്ച ആയതുകൊണ്ടാണ് നിങ്ങളത് കണ്ടത്. ഓഡിയോ എല്ലാം റെഡി ആയിട്ടാണ് ഞങ്ങൾ വന്നിരുന്നത്. അതുകൊണ്ടാണ് അവരുടെ ആ ഒരു യഥാർത്ഥ വികാരം നിങ്ങൾ നമ്മുടെ ഫോഴ്സിൽ നിന്നും തണ്ടലുള്ള നല്ലൊരു ഓഫീസർ തൊപ്പി ഉരിച്ച് ഇറങ്ങി പോകേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരനാണ് നഷ്ടം. നല്ലൊരു മനുഷ്യനാണ് രതീഷ് സാറ്. സമൂഹം മൊത്തം അടച്ചാക്ഷേപിച്ചാലും ഞാൻ പറയില്ല ആള് നല്ലതല്ല എന്നുള്ളത്. എന്ന് വെച്ചാൽ നല്ല നട്ടലുള്ള ഒരു പോലീസ് ഓഫീസർ തന്നെയാണ്. ആളുടെ അടുത്ത് ഒരു കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും പോയിട്ട് പരാതി പറയാനായിട്ട് പറ്റും. തെറ്റ് മറിച്ചിട്ട് കാശും കെട്ടിലേക്ക് വീണ സ്വഭാവമൊന്നും രതീഷ് സാറിനില്ല. അതെന്ന് വെച്ചാൽ ഞാൻ ലൈവായിട്ട് കണ്ടതുകൊണ്ടാണ് ഈ പറയുന്നത്. ഈ തല്ലി എന്ന് പറയുന്ന ആള് നല്ല പക്കമായിട്ട് ഔസേപ്പ് എന്ന് പറയുന്ന ആളുടെ ഒരു ഗുണ്ടയായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അയാളുടെ സ്ഥാപനത്തിന്റെ മാനേജറാണെന്നുള്ളതൊക്കെ ഓൾറെഡി പുറത്ത് വന്നിട്ടുള്ള വിഷയം. അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇതുപോലെ നട്ടലുള്ള ഉദ്യോഗസ്ഥന്മാർ തൊപ്പി ഉരുവെക്കുന്ന സാഹചര്യം ഉണ്ടായാൽ സാധാരണക്കാർക്ക് നീതി കിട്ടില്ല. ഒരു പരിധി വരെ പെണ്ണുങ്ങളോട് അതിക്രമം കാണിക്കുകയോ അല്ലെങ്കിൽ ഇമാതിരി ലോക ഫ്രോഡായിട്ടുള്ള വിളവ് കാണിക്കുകയോ ചെയ്യുന്നവരെ അവിടെ വെച്ച് തന്നെ തീർപ്പാക്കണം. കുറ്റവാളിയെ പോലും തല്ലാൻ പാടില്ല എന്നുള്ളതൊക്കെ നമ്മുടെ നിയമവ്യവസ്ഥയിലൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരെയും ഉമ്മം വെച്ച് വിട്ട് കഴിഞ്ഞാൽ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ സാധാരണക്കാരെന്ന് ചിന്തിക്കുക. മോള് തിരുവോണത്തിൻ്റെ അന്ന് തല്ലിയിട്ട് ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ്. ഇതെന്റെ വീടല്ല, ചേട്ടന് കഴിയുമെന്നുണ്ടെങ്കിൽ എനിക്ക് ഭർത്താവില്ല, വിധവയാണ്, 2 കുഞ്ഞു മക്കള്, കെടുക്കാൻ ഒരിടല്ല, പറ്റുമെങ്കിൽ എനിക്കൊരു സഹായം ചെയ്തതാണ് വലിയ ഉപകാരമായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും ഉപകാരമായിരുന്നു എനിക്കത്. ഇതാരുടെ വീടാ? അപ്പോൾ ഇത് എൻ്റെ ഉമ്മയുടെ വീടാണ്. മനുഷ്യാവകാശ പ്രവർത്തനമായിട്ടുള്ള ബെന്നി കോടിയാട്ടിലാണ് നമ്മളൊപ്പം ചേരുന്നത്. ഇത് യൗസേപ്പൊരു നിയമവിരുദ്ധ ബിസിനസ് നടത്തുന്ന ഒരാളാണ്. പാഴ്സൽ ഇത് എറിഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. മൃഗീയമായി ഇടിക്കുകയും മൃഗീയമായി ആക്രമിച്ചു എന്ന് മാത്രമല്ല, അയാളുടെ വായിൽ ബിരിയാണി കുത്തിക്കേറ്റ്, ചിക്കൻ കുത്തിക്കേറ്റ് അടക്കവും ചെയ്തിട്ടുണ്ടെന്നാണ്. ഔസേപ്പിന്റെ മകനും ഈ മാനേജർ, പിന്നെ അയാൾക്ക് പറ്റിയ ആളുകൾ അന്ന് വിളിച്ചു വരുത്തിയിട്ടുള്ള ആളുകൾ. അന്ന് ആ കൂടിയ 4-5 പേരിൽ മകൻ ഒഴികെ ബാക്കിയുള്ളവർ പുള്ളിയുടെ ഗുണ്ട സെറ്റപ്പിലുള്ള ആളുകളാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഗുണ്ട സെറ്റപ്പ് മാത്രമല്ലല്ലോ, അത് ആ സ്ഥാപനത്തിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ സംരക്ഷിക്കാൻ അതിന് ചുക്കാൻ പിടിക്കുന്ന ആളുകളാണ്. ഇവർ അടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ദിനേശൻ ഓടി വന്ന് പീച്ചി പോലീസ് സ്റ്റേഷനിൽ കയറി എന്നാണ് പറയുന്നത്. അതെ, ഞാൻ മനസ്സിലാക്കുന്നത് ഔസേപ്പ് നടത്തിയിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇത് മാത്രമല്ല, ഒരു പാവപ്പെട്ടവരുടെ ഭൂമി തട്ടിയെടുക്കല്, അതുപോലെ ഇപ്പൊ ഔസേപ്പ് സമാനമായ കേസുകളൊക്കെ വന്നിട്ടുണ്ടോ? അതെ, ഭയങ്കര പരിശുദ്ധനാണ്, നീതിമാനാണ് എന്നുള്ള രീതിയിലൊക്കെ പുള്ളി. അങ്ങനെ ഒരിക്കലും എനിക്ക് അഭിപ്രായമില്ല. എനിക്കെന്നല്ല, ഈ നാട്ടിലെ സാധാരണക്കാരായ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ആ അഭിപ്രായമില്ല. ഔസേപ്പ് അല്ലെങ്കിൽ ഔസേപ്പിന്റെ സംഘം
നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിടിയിലാകും എന്ന് കണ്ടാൽ ആ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു രീതിയാണ് ഔസേപ്പ് പാലിച്ചു വരുന്നത്. ഇപ്പൊ ഇവിടെ അടുത്തുണ്ടായ ഒരു സംഭവം, ഒരു ഭൂമി ഇയാൾ അതിക്രമിച്ച് കയറി അവിടുത്തെ വീട്ടമ്മയും കുട്ടികളെയും ഒക്കെ ആക്രമിച്ചൊരു കേസാണ്. അത് കേസായി വന്നപ്പോൾ ആ കേസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ആ ഇരകൾക്ക് അവർ ചോദിച്ച നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് സമാനമായി ഒത്തുതീർപ്പുണ്ടാക്കുകയാണ് ഇയാൾ ചെയ്തത്. ഈ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇയാളെ കൊണ്ടുപോയി CCTVയുടെ മുന്നിൽ വെച്ച് കുറച്ച് പൈസ എടുത്തിട്ടു. ആ പൈസ ഇയാളെ വാങ്ങിച്ചതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വേണമെങ്കിൽ കവറിലിട്ട് ഇയാളുടെ കൈ കൊടുത്തു. അത് കഴിഞ്ഞ് ആ കാറിൽ വെച്ച് തന്നെ. പക്ഷെ ഔസേപ്പ് എന്ന് പറയുന്ന വ്യക്തി കൃത്യമായിട്ടുള്ള പ്ലാനിങ് പ്രകാരം ആളുകൾക്ക് ശേഷം വേറൊരാളെ വെച്ച് ദിനേശനെ കുടുക്കി, കൃത്യം വൈരാഗ്യ ബുദ്ധിയോടുകൂടി ദിനേശനെ കുടുക്കി, ദിനേശനെ ജയിലിലേക്ക് അയച്ചു. ഏതോ ഒരു ഹോട്ടലിൽ ഷെഫായിട്ട് ജോലി ചെയ്തിരുന്നു. 5ാം ക്ലാസ് പഠിപ്പുള്ള ഒരു പാലക്കാടുകാരനെ സംബന്ധിച്ച് അയാൾക്ക് ഇങ്ങനെ ഒരു ക്രുക്കഡായിട്ട് ഒരാളെ പറ്റിക്കാനുള്ള മനസ്സൊന്നും വരുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റും. അതിനുശേഷം ഇയാളുടെ മകൻ എന്നെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഒരു മനുഷ്യാവകാശ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ കേട്ട് ഒരുമിച്ച് നിൽക്കേണ്ട ആളാണ്. ഈ പീച്ചി പോലീസ് സ്റ്റേഷനിലെ SI കുറിച്ചും രതീഷിനെ കുറിച്ച് അങ്ങനെ ഒരു മോശം അഭിപ്രായം ഞാൻ കേട്ടിട്ടില്ല. ഈ രതീഷ് എന്ന് പറഞ്ഞ ആൾ കൈക്കൂലി കൈപ്പറ്റുകയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? കൈപ്പറ്റുന്ന ഒരു SI ആണെങ്കിൽ ഇവിടുത്തെ ആളുകളിൽ നിന്ന് ആദ്യം പരാതികൾ വരാറുള്ളത് എൻ്റെ അടുത്ത് തന്നെയാണ്. പക്ഷെ അങ്ങനെ രതീഷിനെ കുറിച്ച് അങ്ങനെ ഒരു പരാതി നമ്മുടെ അടുത്ത് വന്നിട്ടില്ല. ഔസേപ്പ് എന്ന് പറഞ്ഞ ആളും ഈ മാനേജർ റോണി പൊതുവിൽ ഗുണ്ടായിസല്ല. ഗുണ്ടായിസം പറഞ്ഞ കുറെ ഗുണ്ടകളെ ഇറക്കിയിട്ട് നമ്മുടെ മെക്കെട്ട് കയറാൻ അങ്ങനെയൊന്നുമല്ല. കേസായിട്ട് നമ്മളെ പെടുക. ഓരോ കേസിലും ഇങ്ങനെ ഓരോരുത്തരുടെ പേരിൽ ഇങ്ങനെ ഓരോ കേസുകൾ ഉണ്ടാക്കി നമുക്കെതിരെ പുള്ളി കേസ് കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങളെ പെടുത്തി കളയും. എന്നിട്ട് ഞങ്ങളെ പെടുത്താണ്. രതീഷിനോട് ഈ പുള്ളിക്ക് ഇങ്ങനെ വൈരാഗ്യം വരാൻ ഇങ്ങനെ സംഭവത്തിന് കാരണം എന്താ? രതീഷ് സാറിനോട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ഉണ്ടായ ഒരു വിഷയമാണ്. അയാളുടെ പേര് ദിനേശ് എന്നാണ്. ദിനേശ് എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പൊ ആളുടെ വായിൽ ബിരിയാണി കുത്തിക്കയറലും അങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ ചെയ്തു. അപ്പൊ അയാൾ വന്ന് പരാതി കൊടുത്തതിന്റെ പേരിലാണ് രതീഷ് സാറ് അങ്ങനെ പെരുമാറേണ്ടി വന്നത്. കാരണം അയാൾ അവിടെ പിടിച്ച് തല്ലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇത് വലിയോടത്ത് നടക്കുന്ന സംഭവം പുറത്തേക്കൊന്നും വരാണ്ടിരുന്നാണല്ലോ. ഔസേപ്പ് എന്ന് പറഞ്ഞ ആള് ശരിക്കും ഞങ്ങളുടെ നാട്ടുകാരനാണ്. ആളിപ്പോ ഇവിടെ പട്ടിക്കാട് താമസിക്കുന്നത് മാത്രമല്ലോ. ശരിക്കും ഇങ്ങനെ തായ്വേരൊക്കെ നമ്മുടെ അവിടെ തന്നെയാണ്. പൂവഞ്ചല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പെട്രോളിയം കമ്പനിയിലൊക്കെ ജോലിക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ അവിടുന്ന് വിഷയങ്ങളൊക്കെ ഈ ക്രഷറും പരിപാടിയൊക്കെ തുടങ്ങിയത് 10-30 കൊല്ലം ആ നാട്ടുകാരെ മുഴുവൻ പൊടിയും തീറ്റിച്ച് രാസമുട്ടും അലർജിയും മാത്രമുള്ള ആൾക്കാരായി അവിടെ. എന്തെങ്കിലും പറഞ്ഞു ചെന്നിട്ടുണ്ടെങ്കിൽ അവരെ കേസിൽ കൊടുക്കുക എന്നുള്ളതാണ് ഇയാളുടെ രീതി. വല്ലാത്തൊരു വെറുപ്പാണ് നാട്ടുകാർക്ക്. ഒരാൾ പോലും അങ്ങനെ പബ്ലിക്കായിട്ട് സപ്പോർട്ട് ചെയ്തൊന്നും ചെയ്യില്ല. രതീഷിന് ഈ ഔസേപ്പിന്റെ മാനേജർ തല്ലി കഴിഞ്ഞ പണം കിട്ടും. തല്ലി കഴിഞ്ഞിട്ട് ചെന്ന് കാശ് ചോദിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ചെറിയ തെറ്റിയത് 2 അടി കൊടുക്കണം നല്ല തന്നെയാണ്. അതിൽ വേറെ വിഷയമൊന്നുമില്ല. ഇതിപ്പോ അത്ര വലിയ ഭീകര സംഭവമൊന്നുമല്ല. അതിനും വലിയ വിഷയങ്ങൾ ഇവിടെ നടന്നിട്ട് ഒരാളും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. മാനേജറും മുതലാളിയും കൂടി ചെയ്തതിന് 2 തല്ല് കിട്ടി. അത് ഒന്ന് നന്നാവാൻ വേണ്ടിയിട്ടാന്ന് വിചാരിച്ചാൽ മതി എല്ലാവരും. ദിനേശന് പൈസ കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ. ദിനേശ് എന്ന് പറഞ്ഞ ആൾക്ക് ഈ ഔസേപ്പ് എന്ന് പറഞ്ഞ ആളെ ക്യാരക്ടർ എന്താന്ന് അറിയില്ല. ഈ ഔസേപ്പ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എല്ലാവരുടെ അടുത്തും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ അവിടെ പലരിടത്തും സമരസമിതിയിൽ നിന്ന പലരിടത്തും ക്രഷറിനെതിരെ നിന്ന സമരസമിതിക്കാരുടെ അടുത്ത് പലരിടത്തും ഇങ്ങനെ വിളിച്ച് ഇത് ഓഫർ കൊടുത്തിട്ട് അവര് എന്തോ ഓഫർ? പൈസ തരാം, നിങ്ങൾക്ക് സമരത്തിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞിട്ട് പലർക്കും ഓഫർ കൊടുത്തിട്ടുണ്ട്. റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ഇത് അവർ കാശ് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് പബ്ലിസിറ്റി ചെയ്യും. ഇതാണ് പരിപാടി. ഈ ദിനേശ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് 5 ലക്ഷം രൂപ കൊടുക്കണത് ഒരു വിഷ്വലുണ്ട്. ആ വിഷ്വല് കൊടുക്കണത് മാത്രമല്ലോ. അത് കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് 5 ലക്ഷം തിരിച്ച് മേടിച്ചിട്ടുണ്ടാവും. ഇയാളുടെ സ്വഭാവം വെച്ചിട്ട് അയാൾ മേടിച്ചിട്ടുണ്ടാവും. ആ സാധനം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ പൈസ റിട്ടേൺ മേടിച്ചിട്ടുണ്ട്. ഈ മനുഷ്യനെ കേസിൽ അങ്ങനെയായിരിക്കും കേസിൽ കുടിക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ അയാൾ എന്തായാലും ജയിലിൽ പോവില്ല. ജയിലിൽ വിടേണ്ട ഒരു കാര്യമില്ല. അയാളെ കേസും പിൻവലിപ്പിച്ചു. ഇയാൾക്കെതിരെയുള്ള കേസ് സ്ട്രോങ് ആയിട്ട് ഇയാളെ ജയിലിലും വിട്ടു. 5 ലക്ഷം രൂപ ക്യാമറ ഓഫ് ചെയ്തിട്ട് അയാൾ തിരിച്ചും മേടിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഔസേപ്പ് എന്ന് പറഞ്ഞ വ്യക്തി ചുരുക്കി പറഞ്ഞ ആരാ പറയാ എന്ന് പറയാ, നമ്മുടെ സ്വന്തം തന്ത ചാവാൻ കിടന്നാലും ഒരു തുള്ളി വെള്ളം കൊടുക്കില്ല. അതൊരു മനുഷ്യനാണ് അയാൾ. വക്രബുദ്ധിയും ക്രിമിനൽ ബുദ്ധിയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. നമ്മൾ നേരിട്ട് അറിഞ്ഞും കൊണ്ടും ഒക്കെ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ. പല സമരങ്ങൾ നടന്നുണ്ട്. അവർ ഏജന്റ് വരുന്ന നമ്മളോട് സംസാരിക്കും, ആളെ റെക്കോർഡ് ചെയ്യും. ലാസ്റ്റ് ഓഫർ ചെയ്ത് നമുക്ക് അത് റെക്കോർഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യും. സ്ഥിരം പരിപാടി. മലയാളികളായിട്ടുള്ള എല്ലാവരും ഇപ്പൊ ഗജപോക്കറികളായിട്ട് നമ്മുടെ പോലീസിനെയാണ് കാണുന്നത്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ യഥാർത്ഥത്തിൽ ആരാണ് ഇതിനകത്തൊരു വില്ലൻ എന്ന് പറയുന്നത്? വില്ലൻ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. പണഞ്ചേരി പഞ്ചായത്തിന്റെ ഒരു മെയിൻ വില്ലനാണ് ആള്. പണഞ്ചേരിയിലെ അണ്ടർവേൾഡ് കിങ് ആണ് അല്ലേ? കുറെ സുവിശേഷം വിളമ്പാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നാണ് പോലീസുകാർ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നവരെയും വൈദികരായിട്ടുള്ള ആളുകളെയൊക്കെ നമുക്ക് പോലീസ് പണി ഏൽപ്പിച്ചാൽ പറയാം. അങ്ങനെ പോലീസിന് നമ്മുടെ നാട്ടിൽ റോളയില്ലല്ലോ. ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ തന്നെ തീർച്ചയായും തീരുമാനം ഉണ്ടാക്കുന്ന ചില ഓഫീസേഴ്സ് എങ്കിലും നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർക്കൂടെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി സാധിക്കും. 1000 തേൻതുള്ളിയിൽ ഒരു മീൻതുള്ളി വീണാൽ എന്നൊക്കെ പറയുന്ന പോലെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പോലീസിന്റെ അവസ്ഥ. എത്ര നല്ല പ്രവൃത്തി ചെയ്താലും ഒരൊറ്റ
ഒരൊറ്റ മോശം പ്രവൃത്തി എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ സകല നല്ല പ്രവൃത്തിയും ഇല്ലെന്നായി തീരും. നാട്ടിൽ എത്രയോ പോലീസുകാർ കയ്യും മെയ്യും മറന്ന് സ്വന്തം കുടുംബത്ത് ഭാര്യയും മക്കളെയും പോലും കാണാതെ ഏതെങ്കിലുമൊക്കെ ജില്ലകളിൽ SHO ആയിട്ടും സബ് ഇൻസ്പെക്ടറായിട്ടും പോലീസ് കോൺസ്റ്റബിളായിട്ടും ഒക്കെ എത്രയോ പേര് ജോലി ചെയ്യുന്നു. ഇവരുടെയൊക്കെ ഒരു ജീവിതം മുഴുവൻ ഈ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ചിട്ടുള്ളത്. ഒന്നോ രണ്ടോ പുഴുക്കത്തോളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവാം. അതിപ്പോൾ എല്ലായിടത്തും ഇല്ലേ, അധ്യാപകർക്കിടയിലില്ലേ, അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ഈ കോർപ്പറേഷൻ ജോലിയില്ലേ, അങ്ങനെ എല്ലാ മേഖലയിലും ഇല്ലേ. ഇത് ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടായിട്ടുള്ള ഒരു ദുഃഖത്തോടി പറയുകയാണ്. കാരണം പോലീസുകാരുടെ മനോവീര്യം കെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് നീതി തരണമെന്നുണ്ടെങ്കിൽ ഒരു SPക്കോ അല്ലെങ്കിൽ ഒരു DIGയോ IGയോ DGP ഒന്നും വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് സാധാരണക്കാർ നീതി നടത്തലൊന്നും നടക്കൂല. അവരെല്ലാവരും ഇരിക്കുന്ന അവരുടെ കസേരയുടെ ബലം എന്ന് പറയുന്നത് എന്താണ്? ഈ സാധാരണ SIമാരും SHOമാരും ഒക്കെ തന്നെയാണ്. അവർക്ക് തീർച്ചയായിട്ടും സപ്പോർട്ട് കൊടുക്കണം. എന്നുകൊണ്ട് പോലീസുകാർ ആരുടെയും കാരണത്തടിച്ച് ശരിയാണെന്നൊന്നും പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം സത്യം എന്ന് പറയാം, ഇത്തരം തേർഡ് റേറ്റ് ഗുണ്ടകളുടെ റേഞ്ചിലുള്ളവന്മാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഇയാൾ എന്ത് ലാംഗ്വേജിലാണ് അവിടെ സംസാരിച്ചതെന്നുള്ളത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്പെക്ടർക്ക് മാത്രമേ ഉള്ളൂ. മാന്യമായ വസ്ത്രധാരണം ചെയ്തൊരു ചുണ്ട് മാത്രമാണെങ്കിൽ മുഖത്ത് നോക്കി തള്ളക്കി വിളിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ഈ സബ് ഇൻസ്പെക്ടർ ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനെയും അയാളുടെ കൂടെ വന്നിട്ടുള്ള ഒരു കൊച്ചു പയ്യനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിൻ്റെ CC ക്യാമറ വിഷ്വലുകൾ അടക്കം കണ്ടതിന് ശേഷം അവൻ്റെ കരണത്തടി കിട്ടാനുള്ള എല്ലാ യോഗ്യത അവനുണ്ട്. അതൊരു സാധാരണ സബ് ഇൻസ്പെക്ടർ ഒരു SHOയോ കൊടുത്തില്ലെങ്കിൽ പിന്നെ ആര് കൊടുക്കാനാണ്? SP ഒന്ന് കൊടുക്കുമോ, അല്ലെ DGP ഒന്ന് കൊടുക്കുമോ? മനുഷ്യാവകാശ കമ്മീഷൻ മറ്റുള്ളവരൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് അന്യായം എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. പക്ഷേ സാധാരണക്കാരനായിട്ടുള്ള ഒരുത്തിനൊരു നീതി, അവൻ അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ട്, അവൻ പബ്ലിക്കിൻ്റെ മുമ്പിൽ അപമാനിക്കപ്പെട്ടതിന് 1-2 വർഷങ്ങൾക്ക് ശേഷം എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു നീതി എന്ന് പറഞ്ഞിട്ട് അതിലൊന്നും ഒരു അർത്ഥം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. PM രതീഷ് എന്ന സബ് ഇൻസ്പെക്ടർ എനിക്ക് പിന്നിൽ കാണുന്ന ഈ PG പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുത്ത ആ സമയം മുതലുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഈ നാട്ടിലെ ആളുകൾ തന്നെ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. അവരെല്ലാവരും ഒന്നടങ്കം വാതുവരാതെ പറയുന്നൊരു വിഷയമുണ്ട്. ഒരു കേസുമായി എൻ്റെ ഭർത്താവ് എന്നെ പീഡിപ്പിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ നാട്ടുകാരെല്ലാം പിടിച്ച് തല്ലി, അല്ലെങ്കിൽ പെൺകുട്ടികളെ ഏതെങ്കിലും രീതിയിലുള്ള ഉപദ്രവം, അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഈ സ്റ്റേഷനിൽ വന്നാൽ അവിടെ തന്നെ തീർച്ചയായും തീരുമാനം ഉണ്ടാക്കുന്ന സബ് ഇൻസ്പെക്ടറാണ് PM രതീഷ് എന്നുള്ളത് പറയുന്നത് ഈ പ്രദേശവാസികളാണ്.